കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ലഭിക്കുന്ന സീറോ ടിക്കറ്റ് കളയാതെ സൂക്ഷിച്ചു വെച്ചോളൂ. സമ്മാനം പിറകെ വരും. സീറോ ടിക്കറ്റ് നമ്പറുകൾ നറുക്കിട്ട് സമ്മാനം നൽകുന്ന പദ്ധതി ഗതാഗത വകുപ്പ് ആലോചിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രിയദർശിനി സൗജന്യ യാത്രയിലെ ഉദ്ഘാടന വേളയിൽ ടിക്കറ്റുകൾ കളയരുത് എന്ന് മന്ത്രി CP ജോൺ പറഞ്ഞതിനു പിന്നിലെ രഹസ്യം ഇതാണ്. ടിക്കറ്റ് മെഷീനിലെ പേപ്പർ റോളടക്കം ഒരു ടിക്കറ്റിന് ചെലവ് വരുന്നത് 13 പൈസയാണ്. ഇത് പരിഹരിക്കുന്നതോടൊപ്പം കെ.എസ്.ആർ.ടി.സിക്ക് നല്ലൊരു വരുമാനം കൂടി ലഭിക്കാൻ ടിക്കറ്റിന് പിന്നിൽ പരസ്യം പതിക്കും. ഇത് പരസ്യദാതാവിന് നേട്ടമാകും. പരസ്യം ടിക്കറ്റുകളിൽ അച്ചടിക്കുന്നതിനായി കെ.എസ്.ആർ.ടി.സി ഉടൻ ടെൻഡർ ക്ഷണിക്കും. കൂടുതൽ തുക ക്യോട്ട് ചെയ്യുന്നവർക്ക് കരാർ നൽകും. 88 വർഷം പിന്നിട്ട സംസ്ഥാനത്തെ ട്രാൻസ്പോർട്ട് ബസ് സർവീസിൽ ആദ്യമായാണ് വനിതകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നത്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് LS, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലായി 3125 ബസ്സുകളിലാണ് വനിതകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നത്. സ്ത്രീ യാത്രികരുടെ എണ്ണത്തിൽ ലക്ഷങ്ങളുടെ വർധനവാണ് കഴിഞ്ഞ ദിവസം മാത്രം രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം തമ്പാനൂർ കെ.എസ്.ആർ.ടി.സി കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശനാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടികളുടെ ഭാഗമായി പ്രഖ്യാപിച്ച ചരിത്ര പദ്ധതിയുടെ ആദ്യ സീറോ ടിക്കറ്റ് യാത്രക്കാരായ ഡെൽവിക്കും അമയ പ്രസാദിനും മുഖ്യമന്ത്രി കൈമാറി. പരിപാടിയിൽ നിന്ന് CPM പ്രതിനിധികൾ വിട്ടുനിന്നു. ഉദ്ഘാടനത്തിനു പിന്നാലെ ആദ്യ യാത്രയിൽ മുഖ്യമന്ത്രി VD സതീശൻ, ഗതാഗത മന്ത്രി CP ജോൺ, മന്ത്രി KA തുളസി, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, ഗതാഗത സെക്രട്ടറി TV അനുപമ എന്നിവർ വനിതാ യാത്രക്കാർക്കൊപ്പം പങ്കുചേർന്നു. തമ്പാനൂരിൽ നിന്ന് പെരുമാതുറയിലേക്കായിരുന്നു ഉദ്ഘാടന സർവീസ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിന് മുന്നിൽ ഇറങ്ങി. ശേഷം ബസ് സ്ത്രീ യാത്രക്കാരുമായി യാത്ര തുടർന്നു. കെ.എസ്.ആർ.ടി.സിയിലെ ആദ്യ വനിതാ ഡ്രൈവറായ VP ഷീലയാണ് വാഹനം നിയന്ത്രിച്ചത്. ജയകുമാരിയായിരുന്നു കണ്ടക്ടർ. പ്രായഭേദമന്യേ വരുമാന പരിധികളോ മറ്റു പ്രത്യേക നിബന്ധനകളോ ഇല്ലാതെ കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പദ്ധതി വഴി ഇനി സൗജന്യമായി യാത്ര ചെയ്യാം. സംസ്ഥാനത്തുടനീളം സർവീസ് നടത്തുന്ന 3125 ഓർഡിനറി വിഭാഗം ബസ്സുകളിലാണ് ഒന്നാം ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കിയത്. സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന പദ്ധതി സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രയ്ക്കും ശാക്തീകരണത്തിനും ഈ പദ്ധതി വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ സൗജന്യ യാത്ര ഗതാഗത വകുപ്പിന് വലിയ സാമ്പത്തിക ബാധ്യതയും സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പ്രിയദർശിനി പദ്ധതിയിലൂടെ സർക്കാരിന് വരുന്ന അധിക ചെലവ് ബാധ്യതയായല്ല, ഉത്തരവാദിത്തമായാണ് ഏറ്റെടുക്കുന്നതെന്ന് മന്ത്രി T. സിദ്ദീഖ് പ്രതികരിച്ചു. മുഖ്യമന്ത്രി VD സതീഷിനെയും മുസ്ലിം ലീഗിനെയും സമൂഹമാധ്യമങ്ങളിൽ അപമാനിക്കാൻ ശ്രമിച്ചതിന് കഴിഞ്ഞ ദിവസം കുമളി കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ ജീവനക്കാരനെതിരെ പരാതി ഉയർന്നുവന്നു. ടയർ ഇൻസ്പെക്ടറായ ഷാനവാസിനെതിരെയാണ് നിയമ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം ഫാസിൽ അഷ്റഫ് പോലീസിൽ പരാതി നൽകിയത്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യാജ പോസ്റ്ററിനൊപ്പമാണ് പ്രതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിദ്വേഷ പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രിയെയും മുസ്ലിം ലീഗ് പ്രവർത്തകരെയും കോൺഗ്രസ് അനുഭാവികളെയും അപകീർത്തിപ്പെടുത്തുന്നതും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നതുമായ സന്ദേശമാണ് ഗ്രൂപ്പിലിട്ടത്. ബോധപൂർവം മതപരമായ വിദ്വേഷവും ചേരിതിരിവും സൃഷ്ടിക്കാനും പൊതുസമാധാനം തകർക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.